കണ്ണവരം പഞ്ചായത്ത് പ്രസിഡന്റ്, മണ്ഡലം സെക്രട്ടറി, മണ്ഡലം വൈസ് പ്രസിഡന്റ്. കഴിഞ്ഞ തവണയും മണ്ഡലം പ്രസിഡന്റ്, ഈ വർഷവും മണ്ഡലം പ്രസിഡന്റായി ചുമതലയേറ്റെടുത്തതാണ്. നമ്മുടെ പുതിയ ജില്ലാ പ്രസിഡന്റ് കെ വിനോദ് മാഷ് എന്നോട് മോശമായ രീതിയിൽ, പ്രവർത്തന രീതിയിൽ മോശമായി കാണിക്കുകയും സംസ്ഥാന സെക്രട്ടറി രഞ്ജിയേട്ടനെ നമ്മുടെ തോടുവാമ്പാലാട്ടം മരിച്ച ദിവസം അനുസ്മരണ പരിപാടികൾ കൊണ്ടുവന്ന ആ ഒരു വിദ്വേഷവുമാണ് എന്നെ ഈ പാർട്ടിയിൽ നിന്ന് അകർത്തുവാൻ അവർ ശ്രമിച്ചത്. നമ്മളിന്ന് 10ഓളം പ്രവർത്തകർ CPM വിട്ട് BJP വിട്ട് CPMലേക്ക് പോവുകയാണ്. ഇത്രയും കാലം പാർട്ടിയിൽ പ്രവർത്തിച്ചതിൻ്റെ ഗുണമാണ് ജില്ലാ പ്രസിഡന്റ് എനിക്ക് നൽകിയത്. സംഘടനയിൽ നിന്നുകൊണ്ട് പല സേവനങ്ങളും ചെയ്തതും ഇന്ന് എന്നെ സംഘടനാ വിരുദ്ധനാക്കി മാറ്റുകയാണ് ജില്ലാ പ്രസിഡന്റ്. അതുപോലെ തന്നെ നമ്മുടെ സംഘടനാ പ്രഭാരിയായി മാറിയ അർജുൻ മാവിലക്കണ്ടി എൻ്റെ കാലുകൊത്തുമെന്നാണ് പറഞ്ഞത്. ഇത്രയും കാലം സംഘടനയ്ക്ക് വേണ്ടി ഈ നാട്ടിൽ സംഘടനയെ ശക്തമാക്കിയതിൻ്റെ പേരിലാണ് ഇന്നെൻ്റെ കാലുകൊത്തുവാനുള്ള ആ ഒരു വാക്ക് ഉച്ചരിച്ചത്. അതുപോലെ കണ്ണവരത്തെ കൊടിമരം സ്ഥാപിച്ചത് ഞാനായിരുന്നു. ആ കൊടിമരം അതിൻ്റെ മുതലാളി ആളെ ആക്കിക്കൊണ്ടുവന്ന് പൊരിച്ചു മാറ്റിയത് അതും എൻ്റെ പേരിലിട്ടിട്ടാണ് ഞാൻ ഇന്ന് സംഘടന വിരുദ്ധാക്കി മാറ്റി അവരെന്നെ ചിത്രീകരിച്ചത്. ഇന്ന് എനിക്ക് BJPയിൽ പ്രവർത്തിക്കുവാൻ താല്പര്യമില്ലാത്ത അവസ്ഥയാക്കി മാറ്റിയത് ഈ വിനോദ് മാഷും ഈ അർജുൻ മാവിലക്കണ്ടിയും തന്നെയാണ്. ഇവരുടെ കൂടെ പ്രവർത്തിക്കാൻ താല്പര്യമില്ലെന്ന് ഞാൻ സംഘടനാ സെക്രട്ടറിക്കും മറ്റുള്ളവർക്കും പരാതി കൊടുത്തിരുന്നു. അത് നടപടി ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഭാഗമായാണ് ഞാനിന്ന് CPMമായി സഹകരിക്കുവാൻ തീരുമാനിച്ചത്. നമ്മളിവിടെയുള്ള 10ഓളം പ്രവർത്തകർ BJPയുമായി CPMമായി സഹകരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ വലിയൊരു പരിപാടി നടത്തിക്കൊണ്ട് കണ്ണവരം നടത്തുമെന്നാണ് CPM നേതാക്കൾ അറിയിച്ചത്. ഇത്രയും കാലം BJPയിൽ ഉണ്ടായിരുന്നിട്ട് പെട്ടെന്ന് ഇങ്ങനൊരു മാറ്റം അതായിരിക്കും ഇങ്ങനൊരു CPMലേക്ക് ഒരു ചേരൽ ഉണ്ടാവുന്നത്. ഈ അടുത്ത ദിവസം എന്നാണെന്ന് അവർ പറഞ്ഞത്. ഡേറ്റ് എന്നോട് പറഞ്ഞില്ല. അടുത്ത ആഗസ്റ്റ് 1 തന്നെ നടത്തുമെന്നാണ് പറഞ്ഞത്. അത് പ്രമുഖ നേതാക്കളെ കൊണ്ടുവന്ന് എനിക്ക് നല്ലൊരു സ്വീകരണം നൽകുമെന്നാണ് അറിയിച്ചത്. ഞാൻ പണ്ട് CPMയിലുണ്ടായിരുന്നായിരുന്നു. CPM മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ കുടുംബത്തിലേക്ക് തന്നെ പോകാൻ അവരെന്നെ ക്ഷണിക്കുകയാണ്. നല്ലൊരു സ്വീകരണം നൽകുവാനാണ് അവർ നടത്തുന്നത്. അപ്പോൾ ഇത്രയും കാലം ഞങ്ങൾ ഇത്രയും വൈരാഗ്യമായി നടന്നൊരു പാർട്ടി എൻ്റെ പ്രശ്നങ്ങൾ അറിഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ വന്ന് എന്നെ സ്വീകരിക്കുമ്പോൾ അത് അതിയായ സന്തോഷം എനിക്കുണ്ട്. മുൻപ് എന്തിനായിരുന്നു CPM പോയത്? കഴിഞ്ഞ വർഷം CPM പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ഒരു ക്ലബിൻ്റെ ചെറിയൊരു പ്രശ്നങ്ങളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രശ്നം. അത് CPM പ്രവർത്തകർ അറിയാതെ നമ്മളെ ഭാഗത്ത് തെറ്റ് ചുമത്തിക്കൊണ്ട് എന്നെയും അവരെയൊക്കെ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കിയില്ല. പക്ഷെങ്കിൽ നമ്മൾ ആ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ പാർട്ടി വിട്ടു പോവുകയാണ് ഉണ്ടായത്. അവർക്ക് അതിൻ്റെ തെറ്റ് മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ ആദ്യം എൻ്റെ അടുത്തേക്ക് വന്നത്. നിന്നെ ഇതുവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല, നീയായിട്ട് അങ്ങോട്ട് പോയതാണ്. പല പ്രാവശ്യം എന്നെ CPMയിലേക്ക് വിളിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ആ ടൈമൊന്നും പോയില്ല. പക്ഷെ ഇന്ന് ജില്ലാ പ്രസിഡന്റിൻ്റെ ഈ മോശമായ രീതിയിലുള്ള പെരുമാറ്റമാണ് എന്നെ CPMയിലേക്ക് എത്തിച്ചത്. ഒരുപാട് ആക്രമണങ്ങൾ സുമേഷ് നേരിടേണ്ടതുണ്ട് ഈ BJPക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. എന്തൊക്കെയാണ് അതിനെപ്പറ്റി എന്താ പറയുക? എൻ്റെ കടകൾ പൊളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ മോശമായ രീതിയിൽ എൻ്റെയും ഭാര്യയുടെ പേരിലൊക്കെ പോസ്റ്റ് അടിച്ചിട്ടുണ്ട്. പക്ഷെ അവരെയൊക്കെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടാണ് ഞാൻ ഇന്ന് അറിഞ്ഞത്. ആ ഒരു വ്യക്തിയൊക്കെ ഇന്ന് പാർട്ടിയിൽ നിന്ന് പുറത്ത് പോയിട്ടുണ്ട്. പക്ഷെ അതിനെക്കാട്ടി മോശമായ രീതിയാണ് ഇന്ന് BJP പ്രവർത്തകർ, BJP നേതാവ് എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പല മോശമായ രീതിയിലുള്ള വാക്കുകളാണ് പലരോടും ഈ ജില്ലാ പ്രസിഡന്റ് പറഞ്ഞ് എന്നെ അത്രക്കും തരം താഴ്ത്തുവാനുള്ള ശ്രമമാണ് ഈ ജില്ലാ പ്രസിഡന്റ് വിനോദ് കുമാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രാജിവെച്ചിട്ടില്ല. പക്ഷെങ്കിൽ പാർട്ടിയിൽ നിന്ന് പോയിക്കൊണ്ട് ഈ CPMയിലേക്ക് ചേരാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. പൂർണ്ണമായും BJP ബന്ധം ഉപേക്ഷിക്കാൻ തന്നെയാണ് തീരുമാനിച്ചത്. തീർച്ചയായും അവർ അത്രയും നമ്മളൊരു സംഘടനയെ ഇത്രയും ഒന്നുമില്ലാത്ത സ്ഥലത്ത് സംഘടനയെ ശക്തമാക്കുകയും ആ സംഘടന തന്നെ ഇന്ന് തന്നെ പഴിചാരുന്നൊരവസ്ഥയാണുള്ളത്. ഇത്രയും കാലം ഇവിടെ ഒരു പ്രവർത്തനം ഉണ്ടായിരുന്നില്ല. BJPൻ്റെ RSSൻ്റെയോ ഒരു പ്രവർത്തനമില്ലാത്ത സ്ഥലമായിരുന്നു ഈ കണ്ണവരം ചെറുകുന്ന് ഭാഗങ്ങളിൽ. ഇന്ന് സംഘടനയെ ശക്തമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അവരെനിക്ക് തരുന്ന വില ഞാനൊരു സംഘടന വിരുദ്ധനാക്കി മാറ്റുകയാണ്. ഈ രീതിയിൽ എനിക്ക് പ്രവർത്തിക്കാൻ താല്പര്യമില്ലാണ് ഞാൻ ജില്ലാ പ്രസിഡന്റ് അറിയിച്ചത്. അതിനുശേഷം അയാളോട് പറഞ്ഞത് രാജിവെച്ച് പോയിക്കോ എന്നാണ്.